അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന മക്കയിലെ സത്യനിഷേധികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി ഒരു രാജ്യത്തെ ജനങ്ങളെ ഉദാഹരണമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 112, 113 ആയത്തുകളിൽ. വളറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു രാജ്യത്തെ അള്ളാഹു ഉദാഹരിക്കുകയും ചെയ്യുന്നു. ഏതാണ് ഈ രാജ്യം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല. എന്താണ് ആ രാജ്യത്തെ ജനങ്ങൾ ചെയ്ത തെറ്റ്, അള്ളാഹു അവരെ എങ്ങനെയാണ് ഈ ലോകത്ത് ശിക്ഷിച്ചത് എന്നാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. രാജ്യം, നാട് എന്ന അർത്ഥത്തിൽ ഖറിയത്ത് എന്ന് ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള വാക്കാണ്. നാട് എന്ന് പറയുന്നതിലൂടെ നാട്ടിലുള്ള ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാനത്ത് ആമിനത്തൻ, ഈ നാട് സുരക്ഷിതമായിരുന്നു. ഈ നാട് ശത്രുക്കളുടെ ഉപദ്രവമോ ഭീഷണിയോ ഒന്നുമില്ലാത്ത സുരക്ഷിതത്വവും സമാധാനവുമുള്ള നാടായിരുന്നു. മുത്മഇന്നത്തൻ, ശാന്തിയുള്ളത്, സ്ഥിരതയുള്ളത്, മനസമാധാനമുള്ളത്, നല്ല മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അസ്ഥിരതയൊന്നുമില്ലാത്ത സുരക്ഷിതമായ ഒരു നാടിനെ അള്ളാഹു മക്കയിലെ ഖുറൈശികൾക്ക് പാഠം പഠിക്കാനായി ഉദാഹരിച്ചു കൊടുക്കുകയാണ്. നാനാദിക്കുകളിൽ നിന്നും ആ നാട്ടിലേക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ യഥേഷ്ടം എത്തിക്കൊണ്ടിരിക്കുന്നു. യതീഹ, അവിടേക്ക് വരുന്നു. റിസ്ഖുഹ, അവർക്ക് വേണ്ട ഭക്ഷണം. റഗദൻ, ഇഷ്ടം പോലെ. മീൻ കുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തു നിന്നും, നാനാഭാഗത്തു നിന്നും. അള്ളാഹു ഉദാഹരിക്കുന്ന ഈ രാജ്യം മക്ക തന്നെയാണ്. മക്കക്കാർക്ക് മക്കയുടെ അവസ്ഥയെ തന്നെ ഉദാഹരിച്ചു നൽകുകയാണെന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. ഇതിൽ പറഞ്ഞ സുരക്ഷിതത്വവും ശാന്തതയും ഭക്ഷണം സുലഭമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ നോക്കുമ്പോൾ മക്കയ്ക്ക് 100% യോജിച്ചതാണ് ഈ ഉദാഹരണം. മക്ക ആദ്യകാലം മുതലേ പവിത്രമായ നാടായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് അവിടെ എപ്പോഴും സുരക്ഷിതമായി ആർക്കും ജീവിക്കാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഹജ്ജിനായി ആളുകൾ മക്കയിലേക്ക് എത്തുന്നത് കൊണ്ടും ഖുറൈശികളുടെ കച്ചവട യാത്രകൾ കൊണ്ടും സുഭിക്ഷത കൊണ്ട് സമ്പന്നമായിരുന്നു മക്ക. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ അടയാളങ്ങളൊക്കെ മക്കൾക്ക് നന്നായി യോജിക്കുന്നത് കൊണ്ട് ചില പണ്ഡിതന്മാർ ഈ പറയുന്ന നാട് മക്ക തന്നെയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഒരു നാട്ടുകാർക്ക് പാഠമായി കൊണ്ട് ആ നാടിനെ തന്നെ ഉദാഹരിക്കുകയില്ല എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നത് ഇത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മറ്റേതോ നാടായിരിക്കാം. അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെയുള്ള സബ രാജ്യത്തെക്കുറിച്ച് ഇനി നാം പഠിക്കാനിരിക്കുന്ന മറ്റൊരു സൂറത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ സബവിനെ കുറിച്ച് തന്നെയാവാം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും ആ നാട്ടുകാർ ചെയ്ത തെറ്റെന്താണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. മറിച്ച് നന്ദി കേട് കാണിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. ഫകഫറത് ബിഅൻഅമില്ലാഹി, അപ്പോൾ ആ നാട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചു. ആ നാട് നന്ദി കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ അള്ളാഹുവിനെ ധിക്കരിച്ച് നന്ദി കേട് കാണിച്ചു. ഈ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണെന്ന് അവർ അംഗീകരിച്ചില്ല. സ്വന്തം കഴിവും സാമർഥ്യവും കൊണ്ട് നേടിയതാണ് ഇതൊക്കെ എന്ന് അവർ അഹങ്കരിച്ചു. അപ്പോൾ ആ നാടിനെ അള്ളാഹു അനുഭവിപ്പിച്ചു. അള്ളാഹു ആ നാട്ടുകാരെ അനുഭവിപ്പിച്ചു. ലിബാസൽ ജൂഇ വൽ ഖൗഫി, വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം. അവർക്ക് ആ നാട്ടിൽ അള്ളാഹു ക്ഷാമവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കി. അതിലൂടെ വലിയ ദാരിദ്ര്യവും വിശപ്പും അള്ളാഹുവിൻ്റെ ശിക്ഷയായി ആ നാടിന് അനുഭവിക്കേണ്ടി വന്നു. മക്കയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ക്ഷാമമുണ്ടായ കാലത്ത് ഭക്ഷിക്കാനൊന്നും കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു ഘട്ടമുണ്ടായി. അതുപോലെ മദീനയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾ തിരിച്ചു വന്ന് മക്കയെ ആക്രമിക്കുമെന്നും മുസ്ലിങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കിയതിന് മുസ്ലിങ്ങൾ പ്രതികാരം ചോദിക്കുമെന്നും ഭയന്നുകൊണ്ടാണ് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിങ്ങളുടെയും മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷം കഴിഞ്ഞുകൂടിയിരുന്നത്. ബദറിലും ഉഹുദിലും ഖുറൈശി നേതാക്കൾ പലരും കൊല്ലപ്പെട്ടതും അവർക്കേറ്റ തിരിച്ചടിയുമൊക്കെ അവരുടെ ഈ ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഉദാഹരിക്കുന്നത് മക്കയെ തന്നെയാണെന്ന് തോന്നിപ്പോകും. ഏതായാലും അള്ളാഹു അവരെ ദാരിദ്ര്യം കൊണ്ടും ഭയം കൊണ്ടും ശിക്ഷിച്ചത് ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി കൊണ്ടാണ്. വലഖദ് ജാഅഹും റസൂലും മിൻഹും, അവരിലേക്ക്
അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ പ്രവാചകനായി നിയോഗിച്ചു. ആ നാട്ടിലേക്ക് അവരുടെ നാട്ടുകാരായ ഒരാളെ തന്നെ ദൈവദൂതനായി അള്ളാഹു നിശ്ചയിച്ചയച്ചെങ്കിലും ഫക്കദ്ദബൂഹു, അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കുകയാണ് ചെയ്തത്. അവർ ആ പ്രവാചകന്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ച് തള്ളിയതിൻ്റെ ഫലമായിരുന്നു അള്ളാഹു അവരെ ശിക്ഷിച്ചത്. ഈ രാജ്യം മക്കയാണെങ്കിൽ ഈ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കുമല്ലോ. രാജ്യം ഏതാവട്ടെ, പ്രവാചകൻ ആരാവട്ടെ, അവരുടെ ചെയ്തികളുടെ ഫലമായിട്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കളവാക്കി തള്ളിക്കളയുക എന്നതായിരുന്നു അവർ അള്ളാഹുവിനോട് ചെയ്ത ഏറ്റവും വലിയ ധിക്കാരവും നന്ദികേടും. ഫഅഖദഹുമുൽ അദാബു വഹും ളാലിമൂൻ, അങ്ങനെ അവർ അക്രമികളായിരിക്കെ അള്ളാഹു അവരെ പിടികൂടി. ഇവിടെ അവർ പ്രവാചകനെ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെയും ഒരു പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ ആ സമൂഹത്തിലേക്ക് എത്തിക്കാതെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞത് ഓർക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.